ദൈവദാസന്മാരോ ഒരു അച്ഛനോ മെത്രാച്ചനോ ഒരു സംഘടനയ്ക്കോ ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഒന്നും ചെയ്തിട്ട് കുറിച്ചു വെച്ചു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറിച്ചു വെച്ചോണ്ട് എഴുതി വെച്ചു. ഇവിടെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം യജമാനൻ അതിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവിന് ഇതുള്ള പോലെ ചെയ്യുവാൻ നമ്മൾ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. സമയങ്ങളെല്ലാം പോയി, അതിന്റെ സമയങ്ങളെല്ലാം പോയി. കർത്താവിന്റെ സമയം ഇഷ്ടത്തോടെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പറയുന്നില്ല. എന്നാൽ നമ്മൾ ഈ നാളുകളിൽ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുണ്ട്. ഇപ്പോഴീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ദൈവദാസന്മാരും ദൈവമക്കളുമായ നമുക്ക് ചെയ്യാനുള്ളത് മറ്റൊന്നുമില്ല. ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഒന്നും നടക്കുന്നില്ല. നടക്കാനായിരുന്നെങ്കിൽ 21-40 ഒക്കെ അനേകർ ഇവിടെ ഇരുന്നു. ഈ കേരളത്തിൽ അനേകരിരുന്നു, അനേക സമക്കാരിരുന്നു, ദേവദാസന്മാരിരുന്നു. ഇവിടെ എന്ത് നേടി? നിങ്ങൾ വിശകലനം ചെയ്ത് ചിന്തിച്ചോളാം പറയുന്നത്. അതിനെ കുറ്റക്കുറയല്ല, കുറ്റപ്പെടുത്തുന്ന ചിന്തിക്കണം. ആർക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഉണർവ് വരുന്നു പറഞ്ഞ് ഇവിടുത്തെ തകർക്കുക. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് കർത്താവ് ശുശ്രൂഷ ഏറ്റെടുത്തു. നമ്മൾ ചേർന്ന് കരയുക ദൈവത്തോട്. എന്തിന്? വരാൻ പോകുന്ന അനർത്ഥത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടിവിച്ച് നിത്യരാജ്യത്തിന് അവകാശമായി തീരുവാൻ. ഒരു വലിയ അനർത്ഥം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും. ഉണ്ടാകത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ജൂൺ മാസം 14-ാം തീയതി ദേവദാസൻ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, കർത്താവ് അറിയിക്കുന്നു എളുപ്പം ഉപവാസത്തിലിരിക്കുക. ഞങ്ങൾ 16-ാം തീയതി ഒരു ഉപവാസത്തിലിരുന്നു. അന്ന് ഈ ദേവദാസൻ ഞങ്ങൾ ഒരു ദിവസം ക്ഷണിച്ചിരുന്നു. ശശി പാസ്റ്റർ ജൂലൈ 6-ാം തീയതിയാണ് ഉപവാസം കഴിയുന്നത്. 5-ാം തീയതി കർത്താവ് അറിയിച്ചു ആ പ്രാർത്ഥന തുടർച്ചയായിട്ട് വീട്ടിൽ നടത്താം. അങ്ങനെ ആ പ്രാർത്ഥന അന്ന് മുതൽ ഇന്ന് വരെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കും. 3 മാസത്തിലധികം. അപ്പൊ കർത്താവ് അറിയിച്ചു, നീ വിശ്വസ്തയോടെ ഇരുന്നാൽ അനേക പുതിയ പുതിയ പ്രാർത്ഥന വിഷയങ്ങൾ തരുമെന്ന് അറിയിച്ചു. ഇപ്പൊ ഒരുപാട് പുതിയ വിഷയങ്ങൾ, പ്രാർത്ഥന വിഷയങ്ങൾ തന്നിട്ടിരിക്കുക. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ദേവദാസനുമായിട്ട് പറഞ്ഞു, മിനിഞ്ഞാന്ന് രാവിലെ വെള്ളിയാഴ്ച രാത്രി ഞാൻ 4 മണിക്ക് കാണുന്നത് കുറേയധികം പക്ഷികൾ, ഗരുഡനാണെന്നോ അതോ ഈ കഴുകനാണെന്നോ എന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. അതുപോലുള്ള ചില പക്ഷികൾ ആകാശത്ത് നിന്ന് ഇങ്ങനെ വരിക, ഇങ്ങനെ ഇറങ്ങി വില്ലേജുകളിൽ, വീടുകളിൽ ഓരോ മനുഷ്യൻ്റെ അടുത്ത് ഇങ്ങനെ പോവാം. അപ്പൊ ഇത് എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ കുറച്ചു നേരം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ ഇത് ആത്മീയമായുള്ള വിഷയമല്ല. ഇതൊരു സാത്താന്റെ ഒരു പ്രവർത്തനം, ശത്രുവിന്റെ ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാനതിനെ വേറെ 2-3 ദേവദാസന്മാരോട് ഷെയർ ചെയ്തു. അതിൽ ഒരാളെന്നോട് പറഞ്ഞത്, അച്ചായൻ വിഷമിക്കണ്ട, കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് ഈ വിഷയം തന്നതാ. ഒരു ഒരു വ്യാധി ഇവിടെ വരാൻ പോവുകയാണ് നമ്മുടെ കേരളത്തിൽ, അതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ടാ പറഞ്ഞു. ഇപ്പൊ ചിക്കൻഗുനിയ പോലുള്ള ഓരോ വ്യാധികൾ ദൈവം അയച്ചുകൊണ്ടിരിക്കുക പല കാര്യങ്ങൾ. ഇതിനകത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു സൊല്യൂഷനും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ കിട്ടുന്നിടത്തോളം സമയം തനിയെ ഇരുന്ന് കുടുംബമായിരുന്ന് വിശ്വാസികൾ അയലോക്കക്കാരെ ആരെങ്കിലും കിട്ടുന്നെങ്കിൽ അവരെ കൂടി ഇരുന്ന് കഴിവുള്ളിടത്തോളം സമയം രാത്രിയിലും ഇതല്ലാതെ ഇതിന് യാതൊരു സൊല്യൂഷനും ഇല്ല. കർത്താവിനെ സ്തുതിക്കുന്നു. ആർക്കും ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തുമില്ല. ആരെന്തെങ്കിലും മുമ്പോട്ട് പോയാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. കർത്താവിനെ സ്തുതിക്കുന്നു. കോട്ടയം ഞാൻ ബാക്കി ഒരു അല്പസമയം ഒരു 5-10 മിനിറ്റ് ശുശ്രൂഷിച്ചിട്ട് ഇരിപ്പാനുള്ള താല്പര്യപ്പെടുന്നു. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 36 വാക്യങ്ങളായി വായിച്ചാൽ 34, 35, 36. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 34, 35. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലോ മദ്യപാനത്താലോ ഉപജീവന ചിന്തകളാലോ ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവീ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടത് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഈ ഉണർച്ചയുടെ കാര്യമല്ല പറയുന്നത്. ഹല്ലേലൂയ.
ആത്മീയമായിട്ടുള്ള സന്ധിയോടെ സ്തോത്രം. ഇന്ന് സകല സഭകളും ഉറങ്ങിക്കിടക്കുക. ഞായറാഴ്ചകളിൽ ഞങ്ങൾ പല സഭകളിൽ ഇങ്ങനെ പോകാറുണ്ട് ആരാധനയ്ക്ക്. ചുരുക്കം ചില സഭകളിൽ മാത്രമുള്ള ആരാധന ശരിയായിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു പുത്തുമരുന്ന് ജീവിതത്തിലാണ് സ്തോത്രം. ഈ കഴിഞ്ഞ 3 മാസമായി ഞാൻ ഇതിനു മുമ്പ് അനേക വിഷയങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് സാധാരണ 21, 40, 3 ഒക്കെ ഇരുന്നാൽ അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥന. എന്നാൽ ഈ പ്രാർത്ഥന മുതൽ അങ്ങനല്ല. ജൂൺ മാസം മുതൽ പ്രത്യേക പ്രാർത്ഥന വിഷയങ്ങൾ കർത്താവ് തന്ന് അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പേഴ്സണൽ വിഷയങ്ങളൊന്നുമില്ല അതിനകത്ത്. എന്നാൽ വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ഞങ്ങളുടെ പേഴ്സണൽ വിഷയം പ്രാർത്ഥിക്കുന്നു. അതും ഇന്ത്യയുടെ കാര്യങ്ങളാണ് അധികം പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ. ഈ ദേവദാസൻ ഇവിടെ വന്ന അദ്ദേഹത്തിന് അറിയാം ഞങ്ങളുടെ പ്രാർത്ഥന വിഷയം. പ്രാർത്ഥിക്കുന്നു എന്ന് പോസ്റ്റ് ചെയ്ത് പറയല്ല, ദൈവാത്മാവ് തരുന്ന കാര്യങ്ങളാണ് പറയാം. കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ നമുക്ക് യേശുവിന്റെ മുൻപിൽ നിൽക്കണമെങ്കിൽ നമ്മൾ സദാകാലവും ഉണർന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അവിടെ 2 കാര്യം കർത്താവ് ഉറപ്പിച്ച് തർപ്പിച്ചു പറഞ്ഞു. ഒന്ന് എന്താണെന്നറിയാമോ? ഇവയെല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും അതിന്റെ മുൻപിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകണം. 2 കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കണം. ഈ 2 കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചെങ്കിലേ പറ്റുള്ളൂ. ചുമ്മാ ഒന്നും പറ്റുന്നില്ല. പ്രാർത്ഥനയ്ക്ക് ബലം കൊടുക്കണം. 3 മാസം ഇരുന്ന് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് സാധാരണ കാര്യമൊന്നും. ഇപ്പൊ ഇവിടെ ഇത്രയും പേരുണ്ട്. ഞങ്ങൾ ആദ്യം 3 പേരുള്ളൂ. ഞാനും എൻ്റെ വൈഫും എൻ്റെ മോളും. കോളേജിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശശക്തികൾ ഇവിടെ രാജേഷ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയങ്ങളല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇതിനകത്തുണ്ടെങ്കിലും ഇതിനേക്കാൾ ശക്തമേറിയ പ്രാർത്ഥന വിഷയങ്ങൾ മനസ്സിലായോ? ശക്തമായ പ്രാർത്ഥന വിഷയങ്ങൾ കർത്താവ് തരുന്നു. അതാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടെന്നറിയാവും? നമ്മുടെ ശരീരത്തിന് ഭയങ്കര പ്രയാസം. എന്നാൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്തി ശക്തീകരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥനയിൽ നല്ല ബലത്തോടെ മുമ്പോട്ട് പോകും. കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ഞാൻ ഈ കഴിഞ്ഞ ഒരു ഓൺലൈനിന് അടുത്തൊരു സഭയിൽ പോയിരുന്നു. അന്നേരം കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഒരു ഓൺലൈൻ ക്രമീകരിക്കണം. ദൈവഹിതമായാൽ അടുത്ത മാസം 7-ാം തീയതി എല്ലാ മാസവും ആദ്യത്തെ ആഴ്ച ചൊവ്വാഴ്ച എൻ്റെ വീട്ടിൽ വെച്ച് ഒരു ഇതുപോലൊരു ഓൺലൈൻ പ്രയർ ക്രമീകരിക്കുവാനായിട്ട് തീരുമാനിച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും പരിപാടി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിക്കും. എല്ലാ മാസവും ആദ്യത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചൊവ്വാഴ്ച വൈകിട്ട് എല്ലാ മാസവും 8 മണിക്ക് പ്രാർത്ഥന തുടങ്ങും, 5 മണിക്ക് തീരും. വിഷയങ്ങൾ ഇതുപോലെ പബ്ലിക്കിന്റെ വിഷയങ്ങൾ, ദേശത്തിന്റെ രാജ്യത്തിന്റെ വിഷയങ്ങളാണ് മെയിൻ. പിന്നെ വരുന്ന നിയമങ്ങളുടെ ദേവദാസന്മാരുടെ വിഷയങ്ങൾ. ഈ സമയം നമ്മൾ മുണ്ടാതിരിക്കാൻ പാടില്ല. നമ്മൾ ശക്തമായിട്ട് ഉണർന്ന് ദൈവസന്നിധി മുട്ടിപ്പായി കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ചിലപ്പോ പ്രാർത്ഥനയല്ല, നിലവിളിയാകുന്നു. അത് നമ്മൾ അറിയുന്നില്ല. എങ്ങനെയാ നിലവിളിക്കുന്നതെന്നോ പ്രാർത്ഥിക്കുന്ന നമുക്കറിയത്തില്ല. കർത്താവ് നിലവിളിക്കാൻ കൃപ തന്നാൽ വിളിച്ച് ഒരു ദിവസം ഞാൻ വളരെ ശബ്ദത്തിൽ ഉച്ചത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ വൈകോടി വന്ന് എന്തോ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അവിടെ തെറ്റല്ല കാര്യം. അതുപോലെ ഉറച്ച് നിലവിളിക്കുക. ഇനി മുമ്പ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവം അങ്ങനെ ഒരു കൃപ തരുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അല്ല നമ്മുടെ കുടുംബമൊന്നുമല്ല, നമുക്കിതിനകത്ത് ഒരു പങ്കുമില്ല. ദൈവം പറയുന്നത് നമ്മൾ അനുസരിക്കുന്നുള്ളതല്ലാതെ ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാത്തിനും ഒഴിഞ്ഞു പോകുവാനും എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ ഇത് കേരളത്തിലുണ്ടാവും. ഇല്ലെന്നൊന്നും ആർക്കും പറയാനായിട്ട് കഴിയുന്നില്ല. ഇതെന്താ ഇതിനകത്തെ മെയിൻ വിഷയം എന്നറിയാമോ? അതുകൂടെ പറയാം. ഈ പെന്തിക്കോസ് കോളത്തെ ഉണർത്താനായിട്ട് ദൈവം ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇതാരും ഇതിനകത്ത് മാറപ്പെട്ട കാര്യമില്ല. ഇത് വരാതെ ഈ പെന്തിക്കോസുകാര് ശരിയാകത്തില്ല. ഈ ദൈവദാസന്മാര് ഈ സ്റ്റേറ്റിൽ ഉണ്ടല്ലോ, നമ്മുടെ ഞാൻ ആരെയും കുറ്റം പറയാല്ല, നിങ്ങളൊക്കെ ചിന്തിക്കില്ലേ? ഈ സെന്ററിൽ നമ്മളെ ലീഡ് ചെയ്യുന്ന ഇവര് മുതൽ എല്ലാവരും മാനസാന്തരപ്പെട്ടു. സകല ദൈവദാസന്മാരും ദൈവജനവും മാനസാന്തരപ്പെട്ടു. കർത്താവിന്റെ കാൽക്കൽ വീഴണം. മനസ്സ് പുതുക്കി രൂപാന്തരം വരണം. ജീവിതത്തിന്റെ കുറവുകൾ ഇവിടെയാണ് വീണിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരെല്ലാം നല്ല ഉദ്ദേശത്തോടു കൂടി ഇറങ്ങി ദൈവദാസന്മാർ അറിയാമോ?
അവർ നല്ല നിശ്ചയത്തോടുകൂടി ഇറങ്ങി ദേവദാസന്മാർ അവർ